വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചോർച്ച. പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലാണ് മഴവെള്ളം ചോർന്നൊലിക്കുന്നത്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർന്നായിരുന്നു 2 വർഷം മുമ്പ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, ഒരു തുള്ളി വെള്ളവും പുറത്തു പോകുന്നില്ലേ? ഇതെന്താ സംഭവിക്കുന്നത്? 2 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത പുതിയ കെട്ടിടത്തിലാണോ ഈ ബ്ലോക്ക്? ഇത് കോൺക്രീറ്റിലെ അപാകതയാണോ കാരണം? അരുൺകുമാർ, 2023 ഏപ്രിൽ 5-ാം തീയതി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർന്ന് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ പുതിയ മൾട്ടിപർപ്പസ് കെട്ടിടമാണ്. അതായത് 6 നിലകളോളമുള്ള മൾട്ടിപർപ്പസ് കെട്ടിടത്തിന്റെ 3ാമത്തെ നിലയിലെ ദൃശ്യങ്ങളാണിത്. ആ കെട്ടിടം അന്ന് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അതിപ്പോഴും ആ കെട്ടിടത്തിൽ ആകെ പ്രവർത്തിക്കുന്നത് 2 നിലകൾ മാത്രമാണ്. 2ാമത്തെ നിലയിലും 3ാമത്തെ നിലയിലും മാത്രമാണ് ആ കെട്ടിടത്തിൽ നിലവിൽ ഫങ്ഷനിങ് ആയിട്ടുള്ള സ്ഥലം. അതോടൊപ്പം ഏറ്റവും താഴത്തെ നിലയിലും ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ള നിലകളിലൊക്കെ തന്നെ കാലിയായി കിടക്കുന്ന സാഹചര്യമാണ്. ആ 3ാമത്തെ നിലയിലേക്ക് കയറുന്ന ആ ഭാഗത്തുള്ള ദൃശ്യങ്ങളാണത്. കനത്ത മഴയെ തുടർന്നാണ് ആ സീലിങ്ങിനകത്തേക്കും ഒപ്പം ആ ഫയർ അലാം അതിനിടയിലൂടെയൊക്കെ വെള്ളം വരുന്നത് കാണാം. കനത്ത മഴയിൽ അതിനകത്ത് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പലപ്പോഴും കനത്ത മഴയിൽ അകത്ത് ചോർന്നൊലിക്കുന്ന സാഹചര്യം. മിക്ക സമയങ്ങളിലും അവിടെയുള്ള സെക്യൂരിറ്റികളും മറ്റുള്ള ജീവനക്കാരുമൊക്കെയാണ് അകത്ത് വരുന്ന വെള്ളം പുറത്തോട്ടേക്ക് തുടച്ചു മാറ്റുന്നൊരു സാഹചര്യമൊക്കെ ഉള്ളത്. നിരവധി ആദിവാസി വിഭാഗത്തിലടക്കമുള്ള ആളുകൾ ആശ്രയിക്കുന്നൊരു മെഡിക്കൽ കോളേജാണ്. പുതുതായി നിർമ്മിച്ച ഈ കെട്ടിടത്തിലാണ് ഇത്തരത്തിലൊരു ചോർച്ചയുള്ളത്. അരുൺ, ഇപ്പൊക്കെ 2 മാസം മുൻപ് നിർമ്മിച്ച ഒരു കെട്ടിടം, 2 വർഷം മുമ്പ് നിർമ്മിച്ച ഉദ്ഘാടനം ചെയ്തൊരു കെട്ടിടം ഇങ്ങനെ ചോർച്ച വരണമെന്നുണ്ടെങ്കിൽ അതിൽ സ്വാഭാവികമായും തകരാറുകളുണ്ട്. ആ കെട്ടിടത്തിന്റെ നിർമ്മിതിയിൽ തന്നെ തകരാറുണ്ട്. ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അത് കാലിയായി കിടക്കുകയാണ്. 2 വർഷം കഴിഞ്ഞിട്ടും മെഡിക്കൽ കോളേജിലെ മാനന്തവാടി മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ അവിടെയുള്ള ശുചീകരണ തൊഴിലാളികൾ ഈ വെള്ളം നീക്കുന്നത് നമുക്ക് കാണാം. ഇതെല്ലാം മഴ പെയ്ത് ചോർന്നൊലിച്ച വെള്ളമല്ലേ? അരുൺകുമാർ, അത് 3ാമത്തെ നിലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണത്.